അക്ഷരങ്ങളുടെയും നേർക്കാഴ്ചകളുടെയും സ്പന്ദനമായ തൂലിക ടിവിയിലെ ശ്രദ്ധേയമായ പ്രോഗ്രാമായ തൂലിക കാഴ്ചകൾ കഥകളിയുടെ നാടായ കൊട്ടാരക്കരയിൽ നിന്നും പ്രയാണം ആരംഭിക്കുന്നു. തൂലിക കാഴ്ച ഈ ആഴ്ചയിലെത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മുട്ര മരുതിമല എന്ന സ്ഥലത്താണ്. സമുദ്രനിരപ്പിൽ നിന്നും 1100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഏകദേശം മൂന്നാറിന്റെ ദൃശ്യഭംഗിയോട് ഇടകലർന്നു നിൽക്കുന്നു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വെളിയം ഗ്രാമപഞ്ചായത്തിലാണ് മരുതിമല സ്ഥിതി ചെയ്യുന്നത്. കഥകളിയുടെ നാടായ കൊട്ടാരക്കരയിൽ നിന്നും 8 കിലോമീറ്റർ വെളിയം റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് മരുതിമല സ്ഥിതി ചെയ്യുന്ന പ്രദേശമായ മുട്ടറയിൽ എത്തിച്ചേരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരമേറിയ രണ്ടാമത്തെ പ്രദേശമാണ്. മലയുടെ പകുതി വഴി മാത്രമേ വാഹനങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. ഇവിടെ നിന്നും നടന്നു മാത്രം വേണം മലമുകളിലേക്ക് എത്തിച്ചേരുവാൻ. തണുത്ത കാറ്റും ഇളങ്കാറ്റിൽ ആടിയുലയുന്ന പുൽമേടും ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ്. ചെങ്കുത്തായ പാറമുകളിലെ വൃക്ഷങ്ങൾ കുളിർമയേകുന്ന കാഴ്ചയാണ്. ഇൻഡ്ലേപ്പൻ ക്ഷേത്രവും ആലിൻചുവട്ടിലെ നാഗദൈവങ്ങളും പത്തായപ്പുരയും ഗുഹയും പുലിച്ചാണും വളപ്പാറയും കാറ്റാടിപ്പാറയും കൽമണ്ഡപങ്ങളും നിറഞ്ഞതാണ് മരുതിമലയുടെ ശാലീന സൗന്ദര്യങ്ങൾ. നിരവധി വികസനങ്ങൾ ഇവിടെ വന്നുവെങ്കിലും ചരിത്രശേഷിപ്പുകളായ പാറകൾ ഇന്നും സൗന്ദര്യമൊട്ടും ചോരാതെ തന്നെ നിലനിന്നു പോരുന്നു. ഐതിഹ്യപരമായി നിരവധി സവിശേഷതകളുള്ള ഈ പ്രദേശം ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞവയാണ്. എങ്കിലും ചരിത്രത്താളുകളിൽ ഇടം നേടുവാൻ ഈ മരുതിമലയ്ക്കായില്ല എന്നതാണ് സത്യം. ഔഷധ സസ്യങ്ങളും നിരവധി വൃക്ഷങ്ങളും പാറപ്പുറത്ത് കണ്ടുവരുന്നു എന്ന പ്രത്യേകതയുള്ള പ്രദേശമാണ് മരുതിമല. ഐതിഹ്യപരമായ ക്ഷേത്രങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയാത്ത ഭൂപ്രകൃതിയായതിനാൽ ഇവിടെ വിളക്ക് കൊളുത്തിയുള്ള ആരാധന മാത്രമേ നിലവിലുള്ളൂ. മരുതിമലയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇത് പണ്ട് പുരാണം പോലെ ഉള്ളൊരു മലയാണ്. ഇതെന്ന് പറയുന്നത് ഈ ഇവിടെ അകത്ത് ചുറ്റ് 2-3 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ എല്ലാം മൂലസ്ഥാനം എന്ന് പറഞ്ഞ ഇവിടെ ഈ മരുതിമലയാണ്. ഇവിടുന്നാണ് ബാക്കിയുള്ള ക്ഷേത്രങ്ങളെല്ലാം ഇതിന്റെ പരിസരത്ത് പോയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് കൊടും കാടായിരുന്ന ഇവിടെ പുലിമടയും ഈ പാറയ്ക്കുള്ളിൽ നശിക്കാതെ ഇന്നും നിലനിൽക്കുന്നു. പാറയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൃക്ഷങ്ങൾ പാറയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. തെങ്ങുകളും പാറയ്ക്ക് മുകളിലെ അരയാലും എല്ലാം ഇന്നും വ്യത്യസ്തമാർന്ന അനുഭൂതിയാണ് ഓരോ വിനോദസഞ്ചാരികൾക്കും ഉളവാക്കുന്നത്.
24 പരം വ്യത്യസ്തയിനം ഔഷധ സസ്യങ്ങൾ തിങ്ങി വളർന്നിരുന്ന മരുതിമലയെപ്പറ്റി പഠിക്കാൻ നിരവധി ഗവേഷകർ മുൻപ് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. വാനരന്മാരുടെ വികാരകേന്ദ്രമായിരുന്ന ഇവിടം വിജനമായ ഭൂപ്രദേശമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പ്രകൃതി നൽകിയ സൗന്ദര്യം കവർന്നെടുക്കാൻ സംഘടിച്ചെത്തിയ ശക്തികളിൽ നിന്നും ഈ മരുതിമലയെ സംരക്ഷിക്കാൻ ഈ പ്രദേശവാസികൾക്ക് നീണ്ടകാലത്തെ ചേർത്തുനിൽപ്പ് വേണ്ടിവന്നു. 2000 മുതൽ ഇവിടേക്ക് കടന്നുവന്ന ഖനന മാഫിയ പതിയെ പതിയെ മരുതിമലയെ വിഴുങ്ങുവാൻ ആരംഭിച്ചു. പിന്നീട് നാളുകൾ നീണ്ടുനിന്ന ഉഗ്രസ്ഫോടനങ്ങളുടെയും വെടിയുച്ചകളുടെയും ശബ്ദം ഇവിടുത്തുകാരുടെ ഉറക്കം കെടുത്തി. ൽ ഖനന മാഫിയയുടെ വലിയ കടന്നുകയറ്റത്തിലൂടെ ഇവിടെയുണ്ടായിരുന്ന നിരവധി വാനരന്മാർ മരിക്കുവാൻ കാരണമായി. ഇതോടെ നാട്ടുകാർ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരുടെ പ്രതിഷേധം പരിസ്ഥിതി സംരക്ഷണ സമിതി ഏറ്റെടുത്തതോടെ സമരത്തിന് ശക്തി പ്രാപിച്ചു. 24 ഔഷധ സസ്യങ്ങളും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട സസ്യഗുണങ്ങളുള്ള ഒരു മലയായിരുന്നു ഇത്. ആ മല ക്വാറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തച്ച് തകർക്കുമ്പോൾ വലിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലൊന്നും സംരക്ഷിക്കാൻ കഴിഞ്ഞത്. ഇതെന്ന് പറയുന്നത് അന്ന് പാറ പൊട്ടിക്കാനെ കൊണ്ട് അവർക്ക് അനുവാദം കൊടുത്തു, സർക്കാരിൽ നിന്ന് അനുവാദം കൊടുത്തു. പാറ പൊട്ടിപ്പുടങ്ങി ആദ്യം കൈത്തമ്പരായിരുന്നു പൊട്ടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരിലെ ജാക്കിയെ കൊണ്ട് ഞങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഇത്ര മനോഹരമായ ഒരു മല വരെ കാണത്തില്ലായിരുന്നു. അതത്രയും നശിപ്പിച്ച് സംസ്ഥാന ഗ്രാമഹരിത സമിതി സമരം ഏറ്റെടുത്തു. സമിതി വനമേഖലയ്ക്ക് പുറത്ത് ആദ്യമായി നടത്തിയ ചെറുത്തുനിൽപ്പ് സമരമെന്നതും മരുതിമല സമരം ചരിത്രത്തിന്റെ ഭാഗമായി. പിന്നീടങ്ങോട്ട് സമരത്തിന്റെ കാലമായിരുന്നു. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടുത്തുകാർ സമരം നടത്തിയതോടെ ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വകാര്യ ക്രഷർ യൂണിറ്റ് ക്വാറിയും ഹൈക്കോടതി വിധിയെ തുടർന്ന് നിർത്തലാക്കിയിരുന്നു. ഇതോടെ മരുതിമല സംരക്ഷണ സമിതിക്ക് ഉദയമായി. പിന്നീട് മരുതിമലയെ സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവും വന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇതിനെ ഏറ്റെടുക്കുകയും ഇതിനെ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 1 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ.
വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ ജില്ലയിൽ പ്രഖ്യാപിച്ച ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശവും. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. ഇന്നിവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കാണാൻ കഴിയുന്നത് ചരിത്രമാകേണ്ടിയിരുന്ന ഒരു പദ്ധതിയുടെ ശേഷിപ്പുകളാണ്. രണ്ടായിരത്തി 2010 കാലഘട്ടത്തിൽ LDF സർക്കാർ ആവിഷ്കരിച്ച ഇക്കോ ടൂറിസം പദ്ധതിയിൽ മരുതിമല ഉൾപ്പെട്ടതോടെ മുട്ടറയുടെ ഭാവി മാറുമെന്ന് ഇവിടുത്തുകാർ വിശ്വസിച്ചു. 1 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ. അതിൻ്റെ ഭാഗമായിട്ട് പണിഞ്ഞ ഒരു കെട്ടിടങ്ങളെല്ലാം തന്നെ സാമൂഹിക വിരുദ്ധം നശിപ്പിച്ചു. ഇതിനെ വലിയ രീതിയിൽ നോക്കിക്കാണാൻ പിന്നെ അധികാരികൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ജില്ലയിലെ പ്രകൃതിദത്തമായ ഭൂപ്രദേശങ്ങളെ ഒത്തിണക്കി തെന്മല, ജടായുപ്പാറ, ഗുഹാക്ഷേത്രം, മലമേൽ എന്നിവ ഉൾപ്പെടുത്തി ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ മുട്ടറ മരുതിമലയും അതിൽ ഉൾപ്പെടുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി 2007 പദ്ധതിയുടെ ആദ്യ ഗഡു വെളിയം ഗ്രാമപഞ്ചായത്തിന് സർക്കാർ നിശ്ചിത തുക നൽകുകയും ചെയ്തു. ഇതുപയോഗിച്ച് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ ഇവിടെ കെട്ടിട നിർമ്മാണവും ആരംഭിച്ചു. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി കൽമണ്ഡപങ്ങളും സ്ഥാപിച്ചു. ഇതോടെ ഈ പ്രദേശത്തിന്റെ തലവര മാറി എന്ന് കരുതിയ നാട്ടുകാരുടെ പ്രതീക്ഷ തകർത്തുകൊണ്ടായിരുന്നു പിന്നീട് സംഭവിച്ചത്. ഇപ്പോൾ യഥാർത്ഥ കോറി മാഫിയ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ പറയും. കാരണം ഈ പാറയിൽ കോറി പ്രവർത്തനം നിർത്തിയിട്ട് ഏതാണ്ട് 10-13 കൊല്ലമായി. പക്ഷേ ഇപ്പോൾ സാമൂഹിക വിരുദ്ധർ ഈ മലയിൽ നോക്കിക്കാണാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സാമൂഹിക വിരുദ്ധർ തീർച്ചയായിട്ടും ഇവിടെ നന്നായിട്ട് അഴിഞ്ഞാടുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് കൊണ്ട് ചിലവഴിച്ച എല്ലാ കെട്ടിടങ്ങളും അടിച്ച് തകർത്ത് നശിപ്പിച്ച് ഒരിക്കൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ തച്ച് തകർത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അനുവദിച്ച ഫണ്ട് തീർന്നതോടെ മരുതിമലയെ പഞ്ചായത്തും സർക്കാരും കൈവിട്ടു. പഞ്ചായത്തിന് സംഭവിച്ച അമളിയുടെ ശിക്ഷ ഇന്നും അനുഭവിക്കുകയാണ് നാട്ടുകാർ. പഞ്ചായത്തിൻ്റെ ശാസനം വന്നു. പിന്നെ അത് ഒരു ഘട്ടത്തിൽ കുറച്ച് പൈസ കൊടുത്തു. ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി മോളി വരെ കണ്ടുപിടിച്ചു. ഈ കെട്ടിടങ്ങളെല്ലാം പിന്നെ ഒരു നോക്കിയില്ല, പിന്നെ ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് സത്യം. പിന്നെ ഈ ഇമാർ വന്ന് വെള്ളമടിയും ഇവിടെ ഭയങ്കര ഇതൊക്കെ കുഴപ്പമൊക്കെ ഉണ്ടാക്കി ആ കെട്ടിടങ്ങളെല്ലാം അടിച്ച് തകർത്ത് നശിപ്പിച്ച് ഇപ്പം കയറി കാണണം, കണ്ടാൽ ദുരിതം തോന്നും. വർഷാവർഷം നിശ്ചിത തുക പഞ്ചായത്ത് സർക്കാരിന് നൽകുകയാണ് ഇപ്പോഴും. ഇതിനകത്തൊരു സെക്യൂരിറ്റി ഗാർഡിനെ നിയമിച്ച് നമ്മുടെ കൊല്ലം ജില്ലയിലെ എല്ലാ ടൂറിസം, അതായത് വൈൽഡ് ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി
ഇപ്പം ചടയമംഗലവും അതുപോലെ തന്നെ മറ്റ് ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ടൂറിസം മേഖലയിലേക്ക് മുട്രമരുതിവല ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ കൊണ്ടുവരണം. പൂവണിയാത്ത ഒരു നാടിന്റെ പ്രതീക്ഷകളാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ മണ്ഡപം. മാറി മാറി വരുന്ന സർക്കാരുകളിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഇവിടുത്തുകാർ. തൂലിക കാഴ്ചയുടെ ഈ എപ്പിസോഡോടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.